നമസ്കാരം. ന്യൂഡൽഹി. അമേരിക്കയുടെ നടുകടത്തലിന്റെ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. ഇതാദ്യമായിട്ടല്ല അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ അമേരിക്ക തിരിച്ചയക്കുന്നതും 2009 മുതലുള്ള നടപടിക്രമമാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. അമേരിക്കയിൽ നിന്ന് 104 പേർ മടങ്ങി വരുന്നുണ്ടെന്ന കാര്യം അറിയാമായിരുന്നു. അവർ ഓരോരുത്തരുടെയും പൗരത്വം സ്വീകരിച്ചതിനു ശേഷമാണ് US സൈനിക വിമാനത്തിൽ ഇന്ത്യയെ ഇറങ്ങാൻ അനുമതി നൽകിയതെന്നും ഇതൊരു പുതിയ പ്രശ്നമോ സംഭവമോ അല്ല, വർഷങ്ങൾ മുമ്പ് തന്നെ ഇത് നടക്കുന്നുണ്ട്. പ്രതിവർഷം നൂറുകണക്കിന് ഇന്ത്യക്കാരൻ അനധികൃതമായി കുടിയേറിയതിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെടുന്നത് 2012 530 പേർ ഇത്തരത്തിൽ എത്തിയിരുന്നു. 2019 2000 പേർ മടങ്ങി വന്നിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടുകടത്തപ്പെട്ട ഓരോ ഇന്ത്യക്കാരനെയും അധികൃതമായി സമ്പാദിക്കും. എങ്ങനെയാണ് അമേരിക്കയിൽ എത്തപ്പെട്ടതെന്നും ആരായിരുന്നു ഏജന്റെന്നും അന്വേഷിക്കും. നിയമവിരുദ്ധമായി കുടിയേറാൻ സഹായിച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ഏജൻസികൾ എന്നിവയുടെ വിവരങ്ങൾ ശേഖരിച്ച് നടപടിയെടുക്കും. അതുവഴി ഇത്തരം സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാനാണെന്ന് പ്രതീക്ഷിക്കുന്നതെന്നും ജയശങ്കർ വ്യക്തമാക്കി. നിയമപരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അനധികൃത നീക്കങ്ങൾ തടയുകയും ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. വിദേശത്ത് കഴിയുന്ന പൗരന്മാർ അനധികൃതമായാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ അവരെ തിരിച്ചയക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. നാടുകടത്താൻ ഒരു പുതിയ സംഭവ വികാസമല്ലെന്നും ജയശങ്കർ കൂട്ടിച്ചേർത്തു. കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ നാടുകടത്തിനെതിരെ പ്രതിഷേധിക്കപ്പെടുന്നതോടെ ഇന്ത്യ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചില്ലെന്നും പ്രതിപക്ഷത്തിന് ചോദിക്കുന്ന മറുപടി കൂടിയായിരുന്നു ജയശങ്കർ നൽകിയത്.